ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു ദ കപ്പിൾ സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ പതിവില്ലാതെ ഇന്ന് എന്താ അടുക്കളയിൽ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനൊരു അമ്മയാണ്, അപ്പോൾ കുറേ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇവനിപ്പോൾ 6 മാസം കഴിഞ്ഞു, ഇവ ഉറങ്ങുകയാണ്, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവൾ നീക്കുമ്പത്തിന് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവൻ്റെ ഫുഡ്. അപ്പോൾ അവൾ ഉറങ്ങി നീക്കുമ്പത്തിന് എനിക്ക് അവൾക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള റാഗിയായിട്ട് കൊടുക്കുന്നത്. അത് പൊടിച്ച് നമുക്ക് പാക്കറ്റായിട്ട് കിട്ടുന്ന റാഗിയാണ് ഞാൻ കാണിച്ചു തരാൻ കഴിയുന്നത്. ഇത് നമുക്ക് അംഗൻവാടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്, അമ്മമാർക്ക് കിട്ടുന്ന റാഗിപ്പൊടിയാണ്. പ്രഗ്നൻസി ടൈം മുതലേ നമുക്ക് കിട്ടുന്നതാണ്, ഞാൻ കഴിക്കാറില്ല. അപ്പം ഇപ്പം ഞാൻ ദിവസം കൊടുക്കുന്നുണ്ട്. ചിലവർ ഗോതമ്പ് നുറുക്ക് പൊടിച്ചോ വറുത്തോ അങ്ങനെ ഒക്കെ കൊടുക്കുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വറുത്ത റാഗിപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാനിവിടെ ഒരു പാത്രത്തിൽ, നല്ലൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മക്കൾക്ക് ഫുഡ് കൊടുക്കുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് നല്ല പാത്രങ്ങളിൽ നമ്മൾ അവരുടെ ഫുഡും പൊടികളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഞാൻ റാഗി ഇവിടെ നല്ലൊരു പാത്രത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന്ന് കുറച്ച് എമൗണ്ട് എടുത്തിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കൽക്കണ്ട, പനം കൽക്കണ്ടാണ് കേട്ടോ. നോർമൽ കൽക്കണ്ടോ പഞ്ചസാര ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല, അമ്മമാർക്ക് അറിയുന്നുണ്ടാവും. കുഞ്ഞുങ്ങൾക്ക് വേഗം കഫക്കെട്ട് വരും. ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ തന്നെ അവർക്ക് വേഗം കഫക്കെട്ട് വരും. അപ്പോൾ നമ്മൾ പനം കൽക്കണ്ടോ ശർക്കര, ഇതിൽ ശർക്കരയാണ്, ശർക്കര സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ പനം കൽക്കണ്ടോ. അപ്പോൾ ഞാനവർക്ക് ഒന്നിലേക്ക് പനം കൽക്കണ്ടത്തിൽ കൊടുക്കും, അല്ലെങ്കിൽ ശർക്കരയിൽ കൊടുക്കും. അപ്പോൾ ഇന്ന് നമുക്ക് പനം കൽക്കണ്ടത്തിൽ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വൈറ്റ് തുണി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു തുണി, അല്ലെങ്കിൽ നല്ലൊരു അരിപ്പയിൽ യൂസ് ചെയ്ത കുഴപ്പമില്ല കേട്ടോ. അതിൽ അരിപ്പയിൽ നമുക്ക് കൂടുതൽ പൊടി വീഴുമെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ നമുക്ക് അതിൻ്റെ തരികൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വൈറ്റ് തുണി യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാനിവിടെ ഉണ്ണിക്ക് ഇങ്ങനത്തെ ഒരു മൺചട്ടിയിലാണ് ഫുഡ് ഉണ്ടാക്കുക. ചിലവർ മറ്റേ ഉരുളിയിലൊക്കെ കൊടുക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. നമ്മളിത് പുതിയ ചട്ടി വാങ്ങിയിട്ട് അത് മയക്കി, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കഞ്ഞിവെള്ളത്തിൽ അരമണിക്കൂറോളം മയക്കിയിട്ടാണ് പിന്നെ നമ്മൾ കുറുക്കി കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം ഇങ്ങനത്തെ ഒരു മൺകലത്തിൻ്റെ ഇങ്ങനത്തെ ഒരു ചട്ടി. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഈ ഒരു ചട്ടിയിൽ നമ്മൾ ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ റാഗിയുടെ പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിലേക്ക് നല്ല തിളപ്പിച്ചറിയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തരികൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പോൾ ആദ്യം ചട്ടി ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതേപോലെ ഈ വൈറ്റ് തുണി നമുക്കിങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് പൊടിയിട്ട് കൊടുക്കുക. നമ്മൾ മക്കൾ എത്ര കഴിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പൊടിയിട്ട് കൊടുക്കുക കേട്ടോ. അളവ് പിന്നെ കൂട്ടാം അവർ കഴിക്കുന്നതിനനുസരിച്ച്. അപ്പോൾ ഇവ കഴിക്കുന്നതിനനുസരിച്ചുള്ള അളവാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചറിയ വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ ഇവിടെ ഇളം ചൂടുവെള്ളം കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ തരി മാത്രം മതി കേട്ടോ. അപ്പോൾ തരി താഴെ നമുക്കിത് തുണി പൊക്കി നോക്കുമ്പോൾ അറിയാം തരി വന്നിട്ടുണ്ടോ. അത് കണ്ടോ, തരി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആ തുണി എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് പനങ്കൽക്കണ്ട യൂസ് ചെയ്യാവുന്നതാണ്. പനങ്കൽക്കണ്ട ഫസ്റ്റ് ക്വാളിറ്റി പനങ്കൽക്കണ്ട ഉണ്ട്, സെക്കൻഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ക്വാളിറ്റി ഞാൻ വാങ്ങിയപ്പോൾ അതിൽ ഭയങ്കര കരടായിരുന്നു. അത് ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഫുഡിൽ തന്നെ ഭയങ്കര കരട് നമുക്ക് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ക്വാളിറ്റി ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ക്വാളിറ്റി ആയാലും നല്ല തന്നെയാണ്, കരടൊന്നുമില്ല. അപ്പോൾ നമുക്കിത് അരിഞ്ഞു പോവാതിരിക്കൊന്നുമില്ല. നമ്മൾ അതിലേക്ക് ഇടുമ്പോൾ അത് മെൽറ്റായി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതിലായിരിക്കും കിട്ടുക. നമ്മൾ എന്ത് ചെയ്യുക, തരിച്ചെടുക്കുന്ന ആ ഒരിത് ഇങ്ങനെ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പനങ്കൽക്കണ്ട ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മൾ ലോ ഫ്ലെയിം ആക്കണമെന്നൊന്നുമില്ല, നന്നായിട്ട് നോർമൽ ഫ്ലെയിമിൽ തന്നെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കുറുകി വരും. അതിനനുസരിച്ച് തന്നെ കൽക്കണ്ടം മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ കുറുക്കി കഴിഞ്ഞിട്ട് അഥവാ മെൽറ്റ് ആയിട്ടില്ല, ചെറിയ തരിയൊക്കെ അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം മധുരം വന്നിട്ടുണ്ടാകും ഫുഡിന്. അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ണികളുടെ ഫുഡാണ്, അപ്പോൾ നമ്മൾ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുക, മധുരം വന്നിട്ടുണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവൻ്റെ പാത്രത്തേക്ക് മാറ്റി അവൾക്കുള്ള വെള്ളം എടുത്തിട്ട് ഞാനത് അടച്ചു വെച്ചു. ഞാൻ അവൾ എണീക്കുമ്പോൾ കൊടുക്കാലോ എന്ന് കരുതിയിട്ട് അടച്ചു വെച്ചിട്ടോ. അപ്പം
ഇങ്ങനെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നത്, റാഗി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ പല അമ്മമാരും പല രീതികൾ യൂസ് ചെയ്യുന്നവരായിരിക്കും, പല രീതിയിൽ പല മെത്തേഡ്സിൽ ഉണ്ടാക്കുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൊടുക്കണമെന്നോ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നോ ഒന്നുമല്ല ഇതിൽ പറയുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലാത്തവർക്ക് അരിപ്പ് യൂസ് ചെയ്ത് അരിച്ച് നമുക്ക് തരി മാത്രം കിട്ടിയ ഉണ്ണിയോളം ഇപ്പൊ കഴിച്ച് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഫുഡ്. അപ്പൊ അവർക്ക് കുറച്ച് കട്ടിയുള്ള തരി കിട്ടുമ്പോ അവർക്ക് ചിലപ്പോൾ ഇറക്കാനോ എന്തിനെങ്കിലും ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള അതിന്റെ തരികൾ മാത്രം എടുത്താൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു വൈറ്റ് തുണിയിൽ മുണ്ടോ നമ്മുടെ നല്ല എന്തെങ്കിലും മുണ്ടോ നല്ലൊരു തുണി ആയാൽ മതി കേട്ടോ. അപ്പൊ അതിലിങ്ങനെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ വേസ്റ്റ് അതായത് ഇതിന്റെ ചണ്ടി എന്നൊക്കെ പറയും. അപ്പൊ അത് നമുക്ക് കിട്ടും. നമുക്ക് ആവശ്യമില്ലാത്ത സാധനമാണ് കേട്ടോ. ഇതിലത്തെ എല്ലാ ഗുണങ്ങളും നമ്മൾ പരിച്ചെടുത്തു. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ഇവന് റാഗി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനിയിപ്പോ കുന്നങ്കായപ്പൊടി ആയാലും ഞാൻ ഈ മെത്തേഡിനെയാണ് യൂസ് ചെയ്യുന്നത്. പനങ്കൽക്കണ്ടത്തിന് പകരം ഞാൻ ശർക്കരയോ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം തന്നെ ഞാൻ ഇടും. ആ ഒരു ഡിഫറെന്റേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് മറ്റേ ഗോതമ്പ് നുറുക്ക്. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പുതിയതായിട്ടുള്ള അമ്മമാർക്ക് ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ഇവന് ഫുഡ് കൊടുക്കുന്ന വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പറ്റും എന്നറിയില്ല. അപ്പൊ ഞാൻ അവിടെ നീച്ചിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ, ഫുഡ് കൊടുക്കുന്ന വീഡിയോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.